തൃശൂരിലെ ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് SFI KSU സംഘർഷമുണ്ടായിരുന്നു. ഈ കേസുകളിൽ SFI പ്രവർത്തകർക്കെതിരെയും KSU പ്രവർത്തകർക്കെതിരെയും സമാനമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. പക്ഷേ കേസെടുപ്പിൽ തുല്യനീതി ഉണ്ടായെങ്കിലും കേസെടുപ്പിന് ശേഷമുള്ള നടപടിക്രമങ്ങളിൽ ആ തുല്യനീതി ഉണ്ടായില്ലെന്ന ആരോപണത്തിലാണ് KSU തൃശൂർ TIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചാണ് ഇപ്പോൾ സംഘർഷഭരിതമായത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇപ്പോൾ പല പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥ അവിടെ തുടരുകയാണ്. നേരത്തെ KSU ജില്ലാ അധ്യക്ഷൻ ഗൂഗലടക്കമുള്ളവരെ റിമാൻഡ് ചെയ്ത കേസിൽ സമാന വകുപ്പുകൾ ചുമത്തിയ SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും ക്യാമ്പസിൽ വിലസുന്നുവെന്നടക്കം ആരോപണം ഉന്നയിച്ച് കേസെടുത്തതിന് ശേഷമുള്ള നീതിയിൽ ഇരട്ട നീതിയാണെന്ന് ആരോപിച്ചുകൊണ്ടുള്ള KSU പ്രതിഷേധം അവിടെ തുടരുകയാണ്. നേരത്തെ സമാനമായി പോലീസ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടി ഭരിക്കുന്ന CPIഎമ്മിലെ ആഭ്യന്തര വകുപ്പിനെതിരെ SFI രംഗത്തെത്തിയിരുന്നു. SFI പ്രവർത്തകർ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കള്ളക്കേസെടുക്കുന്നതടക്കം SFI KSU സംഘർഷങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ SFI പ്രവർത്തകരെ കേസ് ചുമത്തി കേസെടുക്കുന്നതടക്കമുള്ള പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. ഈ പരാതിക്ക് പിന്നാലെ കേസെടുത്ത SFI പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായില്ല, അറസ്റ്റ് ഉണ്ടായില്ല, റിമാൻഡ് ഉണ്ടായില്ല. ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകർ തൃശ്ശൂരിൽ പ്രതിഷേധിക്കുന്നത്. സൂരജ് സജിയാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകി. സൂരജ്, ഇപ്പോൾ ഈ ലാത്തി വീശി സംഘർഷാവസ്ഥ ഒന്ന് അഴിഞ്ഞിരിക്കുന്നത് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ തടിച്ചുകൂടിക്കൊണ്ടുള്ള പ്രതിഷേധം ആ രീതിക്കാണോ സംഘർഷത്തിന്റെ സ്വഭാവം, പ്രതിഷേധത്തിന്റെ സ്വഭാവം ഈ ഘട്ടത്തിൽ മാറുന്നത്? സുഹേൽ, ഇപ്പോൾ സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പ്രവർത്തകരും നേതാക്കളും ഇവിടെ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി, കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുള്ളത്, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ് സേവ്യറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അലോഷിയെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അലോഷിക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നിരവധി പ്രവർത്തകർക്ക് ഇവിടെ നിന്ന് പരിക്കേറ്റു. KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആണ്. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് സോണിന്റെ ആദ്യം മുതൽ നമ്മളെ പ്രതിരോധിച്ച പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഇവിടെ SFIയുടെ കുട്ടികൾക്ക് മുഴുവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ് ഇന്നും ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിലേക്കാണ്. നീതി ഉണ്ടായിട്ടില്ല. ഒരു തുല്യനീതി അന്ന് മുതൽ ഇന്ന് വരെ പ്രതിഷേധിച്ചതിന്റെ പേര് ഒന്നിനും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് KSUവിനെ സംബന്ധിച്ച് അവർ ആദ്യഘട്ടം മുതൽ ഉയർത്തുന്ന ആരോപണം പ്രവർത്തകർ പോകുന്നുണ്ട്. പക്ഷേ ഈ വഴിനീളമുള്ള പരസ്യ ബോർഡുകൾ, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ സ്ഥാപിച്ച പരസ്യ ബോർഡുകളാണ്. ആ പരസ്യ ബോർഡുകൾ അടക്കം തകർത്തുകൊണ്ടാണ് KSUവിന്റെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർ DCCയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിനീളെ അക്രമം എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതെല്ലാം തന്നെ ഈ കാണുന്ന എല്ലാം തന്നെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകളാണ്. ആ പരസ്യ ബോർഡെല്ലാം തകർത്തുകൊണ്ടാണ്, അതായത് റോഡിന് നടുവിൽ ബാരിക്കേഡ് പോലെ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകളാണ്. അതെല്ലാം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ തെക്കേ ഗോപുര നടയിലേക്ക് നീങ്ങുകയാണ്. DCC ഓഫീസിലേക്കാണ് നീങ്ങുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രവർത്തകർ സംഘടിച്ച് ഇപ്പോഴും ഈ മേഖലയിൽ പോകുന്നു. പോലീസിന്റെ അടക്കം വലിയ സുരക്ഷ, അതായത് ഇവർ പോകുന്ന വഴിയിൽ പോലീസും കാവൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നിരവധി പ്രവർത്തകർക്കടക്കം ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പലകുറി ഈ ബാരിക്കേഡ് മറിക്കാനുള്ള ഒരു ശ്രമം അത് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും ബാരിക്കേഡ് മറിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് ഈ ബാരിക്കേഡ് നിന്ന മേഖലയിൽ നിന്ന് സമരത്തിൽ പിൻവാങ്ങി ഇവർ പിന്നീട് വഴിയിലുണ്ടായിരുന്ന പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും ഒരു സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നതും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രവർത്തകർ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നതാണ്. പക്ഷേ പോകുന്ന സമയത്തുള്ള ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ ഈ പരസ്യ ബോർഡുകളും അടക്കം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഈ രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. KSUയുടെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യറിനടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ പ്രവർത്തകരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, നിലവിൽ സംഘർഷാവസ്ഥയ്ക്കായവുണ്ട്. പ്രതിഷേധക്കാർ അവിടെ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ്. പോലീസുമായുള്ള സംഘർഷം ഏതാണ്ട് നിന്നുവെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഈ ഡിസോൺ കലോത്സവം അതിനോടനുബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്ന വിവിധ കലോത്സവങ്ങളിൽ സമാനമായ രീതിയിൽ SFI KSU സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് തൃശ്ശൂരിലെ ഡിസോൺ കലോത്സവമായിരുന്നു. അവിടെ KSU പ്രവർത്തകർ നടത്തുകയായിരുന്ന കലോത്സവം SFI പ്രവർത്തകർ അലങ്കോലമാക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് ഒരു വിദ്യാർത്ഥിയെ കൂട്ടമായി മർദ്ദിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ
പിന്നാലെയാണ് SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തതെന്നാൽ പോലീസ് കേസെടുത്ത KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയപ്പോഴും SFI പ്രവർത്തകർക്ക് കരുതലും താങ്ങും കേരള പോലീസ് നൽകുന്നുവെന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് തൃശൂരിൽ സംഘർഷഭരിതമായത്. തൃശൂർ DIG ഓഫീസിലേക്ക് നടത്തിയ സംഘർഷമാണ് DIG ഓഫീസിൽ നടത്തിയ പ്രതിഷേധമാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. സംസ്ഥാന അധ്യക്ഷൻ അരുഷ് സേവറിനടക്കം പരിക്കേൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ പ്രശ്നം ഏതാണ്ട് ഒത്തുതീർപ്പായി അല്ലെങ്കിൽ പ്രതിഷേധം ഏതാണ്ട് തണുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.